വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ചെറിയൊരു മിനി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ട് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു, ഉച്ചക്കലത്തെയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അഖിലേട്ടൻ വന്നിട്ടില്ല. സോ ഇപ്പം ചായ കുടിക്കണം. സോ അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ വീഡിയോസ് എടുക്കുമായിരുന്നു. നമ്മുടെ ജ്വൽസ് ബൈ വർണ്ണ, അതായത് വർണ്ണ ജ്വൽസ് നടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ജ്വല്ലറി പേജ് വരും. സോ അതിലേക്കുള്ള വീഡിയോ എടുക്കുമായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ കുളിച്ചിട്ടേ ഇല്ല, എന്നിട്ടാണ് ഇത്രയും മേക്കപ്പ് ഇട്ടേക്കുന്നത്. സോ മേക്കപ്പൊക്കെ ഒന്ന് തുടച്ച് എൻ്റെ പഴയ കോലത്തിലോട്ടൊന്ന് പോകണം, എന്നിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മാക്സിയിലോട്ട് വന്നു. കുളിച്ചിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് തലയൊന്നും നനച്ചിട്ടില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങനെ അല്ലാതെ കുളിച്ചിട്ടേ ഇല്ല. ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ അങ്ങനെ മേക്കപ്പ് അല്ല, ലിപ്സ്റ്റിക്കിൽ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് തുടയ്ക്കണം, എന്നിട്ട് വേണം നല്ല ഒരു ബ്രൂ കോഫി ചായ കുടിക്കുക. ഇവിടെ നല്ല തണുപ്പാണ്. അങ്ങനെയല്ല, നമ്മൾ പാലക്കാട് ഇങ്ങനെ ചുട്ടു പൊള്ളി ഇരുന്നിട്ട് പെട്ടെന്ന് ഇവിടുത്തെ തണുപ്പിൽ വരുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് തോന്നും. അവിടുത്തെ പിന്നെ നിലമൊക്കെ ഭയങ്കര തണുപ്പ്. ഇതൊരു പഴയ കെട്ടിടമാണ് കേട്ടോ, പഴയ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. പഴയ അപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ ഒരു 35 years. എന്നാലും നമ്മുടെ പഴയ വീടിൻ്റെ അത്ര പഴക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഫുള്ള് ടൈൽസും കാര്യങ്ങളും അങ്ങനെ ഫുള്ളി ഇട്ടത് കൊണ്ടാണെന്നല്ല, ടോട്ടലി ഭയങ്കര തണുപ്പാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യാം. അതിന് മുമ്പ് എനിക്കൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അധികമൊന്നും നമ്മൾ ഈ ഒരു വീട്ടിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു ടെമ്പററി മനസ്സിലിപ്പോൾ ഒരു ടെമ്പററി എന്നുള്ളൊരു വിചാരമാണ്, പെർമനൻ്റ് എന്നുള്ളൊരു വിചാരമല്ല. അപ്പോൾ പെർമനൻ്റ് എന്നൊക്കെ നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കി എല്ലാവിടെയും വയ്ക്കുക. പിന്നെ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. സോ അങ്ങനെയൊക്കെ കേട്ടോ. അന്നത്തെ ദിവസം ഈവനിങ് തന്നെ എനിക്ക് ചെറുതായിട്ട് വയ്യായൊക്കെ പിടിച്ചട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച പോലെയൊന്നും അങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എന്തായാലും എടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ബ്രൂ കോഫി ഉണ്ടാക്കുക. വെള്ളപ്പൊടിയാണ് കേട്ടോ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുക. നല്ലൊരു കോഫിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുടിച്ച ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ആ കുളിച്ചതിൽ പിന്നെ ഞാൻ പറഞ്ഞതിൽ ചുറ്റും എനിക്ക് തണുപ്പായിട്ടൊക്കെ തോന്നുന്നു. ത്രോട്ടിനാണ് ചെറിയൊരു പണി പറ്റിയത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഹെയർ കെയർ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. സ്കിൻ കെയർ പറഞ്ഞാൽ എന്താ, അരിപ്പൊടി, ഗോതമ്പ് പൊടി ഉള്ള പൊടികളൊക്കെ എടുത്ത് അടുപ്പിൽ കൂട്ടാനുണ്ടാക്കിയില്ലെങ്കിലും ഞാൻ മുഖത്ത് നന്നായിട്ട് ഇടും. പക്ഷെ ഒന്നും ചെയ്യണില്ല. അപ്പോഴാണ് ഇവിടെ തക്കാളി കുറേ ഇരിക്കണു, പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് രണ്ടും കൂടെ, അപ്പോൾ ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഇങ്ങനെ തേച്ച് വെക്കുക. പ്രത്യേകിച്ച് എന്താ ഗുണമെന്നൊന്നും അറിയില്ല, ഇടയ്ക്ക് ഞാൻ തേക്കാറുണ്ട്. എനിക്കെന്താ തേച്ച ദിവസം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണിൽ കുറച്ച് ഡാർക്ക് സർക്കിൾസൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. ഒരു കുടുംബിനി ആയതോടെ ഡാർക്ക് സർക്കിൾസൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, സോ ഞാൻ പോയിട്ട് ഇതിങ്ങനെ തേക്കട്ടെ കേട്ടോ. എന്നിട്ട് പോയിട്ട് ഫ്രഷ് ആവാനുണ്ട്. ഇത് ബൈ ഐലൈനർ ഒന്നും തുടച്ചിട്ടില്ല. എന്തായാലും കുളിക്കാൻ പോവുമല്ലേ, അത്ര എനിക്ക് മടിയാണ്. ഐലൈനറും പൊട്ടും ഒന്നും തുടച്ചിട്ടില്ല. അതിൻ്റെ ഇവിടെ കുരു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, വേദനിക്കുന്നുണ്ട്. മഴക്കാലമായാൽ ഭയങ്കര ഓയിലി ആവും ഫേസ്, പെട്ടെന്ന് ഇങ്ങനെ കുരു വരും. അതും വേദനിക്കുന്ന പിമ്പിൾസ് ആയിരിക്കും കേട്ടോ. സോ യെസ്, പോയിട്ടിനി ഒരുമാതിരി. ഓക്കെ, ബൈ. ഉണ്ടല്ലോ നമ്മുടെ തുണിയൊക്കെ തോരിയിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു സ്ഥലമുണ്ട് നമ്മുടെ ഓരോ അപ്പാർട്ട്മെൻറ്റ്. പക്ഷെ നമ്മളിവിടെ തുണി തോരിയിടുള്ളൂ, കാരണം ആകെ 2 പേരുണ്ട്. ഇതും തൂക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട് കേട്ടോ, കാരണം കുറച്ച് വെളിച്ചം കിട്ടാറുണ്ട്. അതിൻ്റെ ഓൾസോ ഇത് നമുക്ക് തുറക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പം എനിക്ക് എങ്ങനെ തുറക്കണ്ടേന്ന് അറിയില്ല. പക്ഷെ ഇത് തുറക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റോഡ് കാണാം. ഇപ്പം അവിടെ ഒരു അമ്മുമ്മ നടന്നു പോകുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട് വീട്ടിന്. അവിടുത്തെ ഒരു വീട് നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്, ഒരു ഓടുപെരയാണ്, പക്ഷെ നല്ല ഭംഗിയാട്ടോ. പക്ഷെ അങ്ങനെ ആ അമ്മമ്മേനെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാം. പിന്നെ ഇങ്ങനെ നാഗവല്ലിയെ പോലെ നമുക്ക് ആ അമ്മമ്മയും എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നെ കാണുന്നുണ്ടാവില്ല. അപ്പം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, ക്യാരറ്റ് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ അറിയില്ല.
എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്തായാലും കേട്ടോ. സോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കട്ടെ. സൗണ്ട് കമ്മിയാണോ എനിക്കറിയില്ല. റവ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും റവ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ. പക്ഷെ അത് ഇച്ചിരി ഒട്ടിപ്പിടുത്തം കൂടിപ്പോയി. അതിൽ ഞാൻ അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ VSMൻ്റെ പുട്ടുപൊടിയാണ്. അത് ഇടണ്ടായിരുന്നു ആക്ച്വലി. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അതിൽ അവർ അരിപ്പൊടി ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഇട്ടതാണ്. പക്ഷെ അരിപ്പൊടി ഇടണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അരിപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടുത്തം ഉണ്ടായിരുന്നു. അല്ലാത്ത വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു കാരണം അങ്ങനെയല്ല, ലൈക്ക് വേറെ രുചി ഇങ്ങനെ മൊരിഞ്ഞ് വന്നപ്പോൾ ഇത്തിരി കുറച്ച് മതി. എത്ര ഇട്ടു? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അഖിലേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞു. തക്കാളി ചട്നിയൊക്കെ അഖിലേട്ടൻ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാനാണ് അരിഞ്ഞൊക്കെ കൊടുത്തത്. അപ്പോൾ അഖിലേട്ടനാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ദോശയും അഖിലേട്ടൻ തന്നെയാണ് ചുട്ടെടുക്കാനൊക്കെ പോകുന്നത് കേട്ടോ. തക്കാളി ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം മിക്സി വാങ്ങി അരച്ചതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ശേഷം ചമ്മന്തി അരക്കലിലേക്ക് എന്തെങ്കിലും ചിരിക്കാണ്ടിരിക്കണ വെറുതെ ആണ് കേട്ടോ. കാണുന്നവർ സീരിയസ് ആണ് വിചാരിക്കും. കോമഡി പീസാണ്. ക്യാമറ ഓൺ ആക്കിയപ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇനി ചട്നി അരക്കേ. ഓക്കെ ഓക്കെ. ഇത് കാണുമ്പോൾ നല്ല ചട്നി പോലെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് മണം? ഓക്കെ. ഞാനാണ് പറഞ്ഞു തരണം, അതുപോലെ ചെയ്യണം കേട്ടോ. ആദ്യം കുറച്ച് ഉള്ളി എടുക്കുക. ഈ ഉള്ളി കുഞ്ഞി അരിഞ്ഞ് വെച്ചത് ഇവിടെ വട്ടത്തിൽ ഇങ്ങനെ ഇട്. ദോശയുടെ വട്ടത്തില് അങ്ങനെ എങ്ങനെയെങ്കിലും ഇട്. അഖിലിട്ട് നിന്ന് പിശുക്ക് കാണിക്കണം. കുറച്ചുകൂടി എടുത്ത് ഇങ്ങനെ ഇട്. അയ്യോ, ഇനി നന്നായിട്ട് ഇളക്കത്. ഇതിപ്പോ വെള്ളം റവ എന്നിട്ട് ഇങ്ങനെ ഒഴുക്കി വട്ടത്തിൽ. അത് ദോശമാവ് പോലെ വരില്ല. ഇപ്പൊ തന്നെ വരെ ഒഴുക്കിയത് ഒഴുക്കി ഇങ്ങനെ വട്ടത്തില് അങ്ങനെ എന്നെ. ഇത് ക്രിസ്പി ആയിട്ട് വരുമോ എന്ന് നോക്കാം നമുക്ക്. ഷേപ്പൊന്നും കിട്ടില്ല നോക്കാന്. കൂട്ടി വെക്ക്. ഇത് ഗ്രിപ്പിന് ഇടുകയാണുള്ളി. ഇത് ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചത്. പിന്നെന്താ, ഉള്ളി കുറച്ചിട്ട മാവിനൊരു ഗ്രിപ്പ് കിട്ടും. അല്ല വേറെന്താ, ഞാൻ ചട്ടുക എടുത്ത് വെച്ചിട്ടുണ്ട്. മൊരിഞ്ഞ് വരുന്നുണ്ട്. കണ്ട സൂപ്പർ. ഇതിൽ നമുക്ക് കളർ പൊടിയൊക്കെ ഇട്ടാൽ കളറായി വരുമോ? നല്ല മൊരിഞ്ഞ് വരേണ്ട ദോശയാണ് കേട്ടോ. പക്ഷേ സാഹചര്യവശാൽ അത് മൊരിഞ്ഞില്ല. അതിൽ അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പശ കൂടിയ പോലെ തോന്നി കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു കാര്യമാണ്. എന്നാലും അഖിലേട്ടൻ ചുടുന്നതുകൊണ്ട് ഓക്കെ. ഞാനാണ് ചുട്ടതെങ്കിൽ പൊട്ടി പാളീസായേനെ. അഖിലേട്ടൻ്റെ ആയതുകൊണ്ട് 2 തുണ്ടേ ആയുള്ളൂ. അങ്ങനെ എന്തായാലും നമുക്ക് എങ്ങനെയാണെങ്കിലും പൊട്ടിച്ച് കഴിച്ചാൽ മതിയല്ലോ. അഖിലേട്ടൻ അപ്പം തന്നെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അഖിലേട്ടൻ ഇങ്ങനെ ചുട്ട് കഴിച്ചത്. രുചി ഉണ്ടായിരുന്നു. കാണാൻ ഭംഗിയില്ലെങ്കിലും രുചി ഉണ്ടായിരുന്നു. അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അങ്ങനെ നമുക്ക് ഫൈനലി ഒരു ദോശ റെഡിയായി. ബാക്കിയൊക്കെ പൊട്ടിയിട്ടാണ് വന്നത്. ഒരു ദോശ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഞങ്ങൾ മറ്റേ ദോശക്കല്ലിൽ വെച്ചു, അത് കുളമായി. സോ നമ്മൾ ഫുള്ള് ദോശ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ സംസാരിച്ചൊക്കെ വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് അഖിലേട്ടൻ അന്തം വിട്ട് നോക്കുക കേട്ടോ. ആക്ച്വലി നന്നായിരുന്നു കേട്ടോ. നല്ല തക്കാളി ചട്നി, നല്ല റവ ദോശയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സാധനമായിരുന്നു. കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പരീക്ഷണത്തിനൊക്കെ ഇറങ്ങുന്നത്. എൻ്റെ പരീക്ഷണവും വിജയിച്ചു, അഖിലേട്ടൻ്റെ പരീക്ഷണവും വിജയിച്ചു. വീണ്ടും പരീക്ഷണങ്ങളുമായി കാണുന്നവരെ ടാറ്റ.